ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി ഏറ്റവും ആദ്യമായിട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ +2 പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കും, അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് ഈ വിധങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിഷയമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നേരത്തെ MG യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പല യൂണിവേഴ്സിറ്റികളും ഡിഗ്രി, അതായത് ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ അപേക്ഷ വിളിച്ചിരുന്നു. എന്നാൽ ആദ്യമായിട്ട് ഇത് അലോട്ട്മെൻറ്റ് ബേസിസ്, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ബേസിസുള്ള ആദ്യത്തെ അഡ്മിഷനാണ് MG യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുള്ളത്. ഇന്ന് അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് നിലവിൽ ഉടൻ തന്നെ ഈ വീക്കിൽ തന്നെ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് MG യൂണിവേഴ്സിറ്റിയാണ്, അതായത് അലോട്ട്മെൻറ്റ് ബേസിൽ വിദ്യാർത്ഥികളെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള യൂണിവേഴ്സിറ്റി കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന കാര്യം, MG യൂണിവേഴ്സിറ്റി നിലവിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, ഈ മാസം ലാസ്റ്റ് വരെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. cap.mgu.ac.in എന്ന വെബ്സൈറ്റ് ജസ്റ്റ് വിദ്യാർത്ഥികൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് തന്നെ അപ്ലൈ നൗ UGP ഹോണേഴ്സ് ക്യാപ്പ് എന്നുള്ളത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ മെയ് 31 വരെയാണ്, ഈ മാസം 31 വരെയാണ് നിലവിൽ MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഓൺലൈൻ അപേക്ഷ കൊടുക്കാനുള്ള സമയം. അതുമായി ബന്ധപ്പെട്ട് ഡേറ്റ് കൃത്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മുമ്പിൽ 1 വീക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അപേക്ഷയിലോട്ട് വരിക. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം ഓരോ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് വരിക. ഇനി സ്വന്തമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതായത് പുറമേക്ക് പോയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും വരുത്താതെ നിങ്ങൾക്ക് ചെയ്യുവാനും സാധിക്കും. അതുകൊണ്ട് 31 വരെ സമയമുണ്ട്. സമയമെടുത്ത് ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾ തന്നെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്താണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ നിലവിൽ പേഴ്സണൽ ഡിസബിലിറ്റി കോട്ട, അതേപോലെ സ്പോർട്സ് കോട്ട, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോട്ടകളിലും അപേക്ഷ കൊടുക്കുന്നവരുണ്ടാകും. അതായത് PD കോട്ട, അത് പേഴ്സണൽ ഡിസബിലിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട. അപ്പോൾ ഇത്തരത്തിൽ 3 കോട്ടയിലും അപേക്ഷ കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഉദാഹരണത്തിന് കമ്മ്യൂണിറ്റി കോട്ട ഏതെങ്കിലും അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരും ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷയുടെ കൂടെ തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് ജസ്റ്റ് ഈ പറയുന്ന അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ PD കോട്ട, അത് പേഴ്സണൽ ഡിസബിലിറ്റി കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട അതിൽ ലിങ്ക് കാണാൻ സാധിക്കും. അതുകൂടി വിദ്യാർത്ഥികൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് അപേക്ഷ പൂർത്തീകരിക്കാവൂ. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോസ്പെക്ട്സിലോട്ട് പോകാം. അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് 3 ലൈൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഈ റിസോഴ്സസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോസ്പെക്ട്സ് 2025 കാണാൻ സാധിക്കും. ആ പ്രോസ്പെക്ട്സ് 2025 നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടതിന് ശേഷം കൃത്യമായിട്ട് ഓരോ കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷയിലോട്ട് വരിക. കാരണം അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, +2 കഴിഞ്ഞു, ഇനി ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും അടുത്തുള്ള കോളേജസ് എവിടെയൊക്കെയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജസ് എവിടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യം കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം മാത്രം അപേക്ഷയിലോട്ട് പോകുക. അല്ലാതെ അപേക്ഷ പേജിൽ എത്തിയിട്ട് കൃത്യമായിട്ട് കോളേജ് അതേപോലെ തന്നെ കോഴ്സ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന പേജിൽ എത്തിയതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കൃത്യമായിട്ട് കോളേജും അതേപോലെ തന്നെ കോഴ്സും കൃത്യമായിട്ട് എഴുതി വെക്കുക. ഒന്നാമത് ഉദാഹരണത്തിന് BSc കെമിസ്ട്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, BSc ഫിസിക്സ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെങ്കിൽ BSc ഫിസിക്സ് ഏതൊക്കെയാണ് കോളേജസ്, ഒന്നാമത് കൊടുക്കുന്ന കോളേജ് ഏതാണ്, രണ്ടാമത് കൊടുക്കുന്ന കോളേജ് ഏതാണ്, ഇങ്ങനെ കൃത്യമായിട്ട് കാറ്റഗറീസ് വെച്ച് ചെയ്യുക. ഇനി കോളേജ് തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം 3 ടൈപ്പ് ഉണ്ട്. ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, എയ്ഡ് കോളേജസ് ഉണ്ട്, സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്. ഇതിൽ ഗവൺമെൻറ് എയ്ഡ് സ്വാഭാവികമായ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ട്യൂഷൻ, അതായത് എക്സാം ഫീസും ചെറിയൊരു ട്യൂഷൻ ഫീസ് മാത്രം കൊടുത്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സെമസ്റ്റർ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് ഗവൺമെൻറ് ഓർ എയ്ഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് SF എന്ന് കാണും, ആ സെൽഫ് ഫിനാൻസ് കാറ്റഗറി നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കൊടുക്കുന്ന ഓപ്ഷൻസൊക്കെ പരമാവധി ഇത്തരത്തിൽ ഗവൺമെൻറ് എയ്ഡ് കൊടുക്കുക. ഇനി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ കൂടി പരമാവധി കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഈ ഒരു പ്രോസ്പെക്ട്സിൽ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും വിദ്യാർത്ഥികൾ ഓരോന്നോരോന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് ഏതൊക്കെയാണ് കോളേജുകൾ, കോഴ്സുകൾ, ഇതിനാണ് ഞാൻ പ്രോസ്പെക്ട്സ് ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 41-ാമത്തെ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഓരോ പേജ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 തുടങ്ങിയ എല്ലാ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അപേക്ഷയോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കോളേജുകളും അതേപോലെ തന്നെ കോഴ്സ് ഓപ്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പേജ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 51-ാമത്തെ പേജ് തൊട്ട് നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളും ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊടുത്തത് എയ്ഡഡ് കോളേജ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ എയ്ഡഡ് കോളേജസ് ഏതൊക്കെയാണ്, അവിടെയുള്ള സബ്ജക്റ്റുകൾ കോഴ്സുകൾ ഏതൊക്കെയാണ്, ഓരോ കോഴ്സിനും സീറ്റുകൾ എത്രയാണ്, ഇതൊക്കെ കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എയ്ഡഡ് കോളേജ് ഇവിടെ കാണാൻ സാധിക്കും, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജ് ആയിട്ടുള്ള അൽ-അമീൻ കോളേജ് എടത്തല. അപ്പോൾ ഈ ഒരു കോളേജിൽ ഏതൊക്കെയാണ് കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, BTTM, BCom, BA എക്കണോമിക്സ്. അപ്പോൾ ഓരോന്നിൻ്റെയും സീറ്റുകളുടെ എണ്ണം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എയ്ഡഡ് കോളേജുകൾ കംപ്ലീറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി എയ്ഡഡ് കോളേജിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത് ഗവൺമെൻറ് കോളേജസിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സിൽ ഈ പറയുന്ന മുഴുവൻ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ MG യൂണിവേഴ്സിറ്റിയിലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ലിസ്റ്റ് ഉൾപ്പെടെ മുഴുവൻ ഈ പറയുന്ന പ്രോസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഓരോ കോളേജിലും ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് നിങ്ങളുടെ നാട്ടിലടുത്തുള്ള നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ അടുത്തുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ നോക്കുക. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ, അതേപോലെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോട്ടുള്ള കോളേജുകൾ, ഇത്തരത്തിൽ മുഴുവൻ കോളേജുകളിൽ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ആക്കിയതിനു ശേഷം മാത്രം വിദ്യാർത്ഥികൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, എയ്ഡഡ് കോളേജുകളിൽ തന്നെ ചില കോഴ്സുകൾ സെൽഫ് ഫിനാൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ SF എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എയ്ഡഡ് കോളേജാണെന്ന് കരുതി നിങ്ങൾ സെൽഫ് ഫിനാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജിൽ അതേ രീതിയിൽ ട്യൂഷൻ ഫീസ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എയ്ഡഡ് കോളേജിലാണെങ്കിലും കോഴ്സ് എയ്ഡഡ് ആണ് നിങ്ങൾ ഉറപ്പ് വരുത്തുക. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമില്ല, സെൽഫ് ഫിനാൻസ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെയും ലിസ്റ്റ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം, വിദ്യാർത്ഥികൾക്ക് തന്നെ ഉണ്ടാകും ഏതാണ് കോളേജ്, ഏതാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് എത്രയും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ ഉണ്ടാക്കിയതിനു ശേഷം വിദ്യാർത്ഥികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപേക്ഷയിലോട്ട് വരിക. അപേക്ഷയുടെ ജസ്റ്റ് A to Z കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 41-ാമത്തെ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപേക്ഷ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസിംഗ്, നെയിം, SLC ബുക്ക് നിങ്ങളെ കൈവശം എടുത്തു വെക്കുക. നിങ്ങൾ മുമ്പിൽ എടുത്തു വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. ആധാർ നമ്പർ, പിന്നെ അതുപോലെ പാസ്വേഡ് സെക്യൂർഡ് ആയിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്തുക. അപ്പോൾ നെയിം @123 ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് കൊടുക്കുക. ആ രീതിയിലൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പിന്നെ +2 ബോർഡ് കേരള ഏതാണ്, VHSC ആണോ അല്ലെങ്കിൽ DHSC ആണോ ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ നിങ്ങൾ കൊടുക്കുക. ഇനി കാറ്റഗറി ശ്രദ്ധിക്കേണ്ട കാര്യം SCBS അത് OBC ആണോ അല്ലെങ്കിൽ SC/ST ആണോ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് സൈറ്റിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് തിരുത്തി കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ കൊടുത്ത പാസ്വേഡുമാണ് പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമത് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അക്കാഡമിക് ഡീറ്റെയിൽസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് വന്നിട്ടാണ്, ഇല്ല എങ്കിൽ ജസ്റ്റ് വിദ്യാർത്ഥി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടെ മൂന്നാമത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ NCC NSS പോലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലാത്തതൊക്കെ നോട്ട് അപ്ലിക്കബിൾ ഈ രീതിയിൽ ഇവിടെ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അക്കാഡമിക് ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യലാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഏതാണ് കോളേജ് ഏതാണ് ഓപ്ഷൻസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പേജിലോട്ട് വരിക. അതിനുശേഷം അപ്ലോഡ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്? അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്നത് ജസ്റ്റ് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റും അതേപോലെ തന്നെ നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ട അതായത് SCBC വിഭാഗത്തിൽപ്പെട്ടവരാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഈ രണ്ട് സർട്ടിഫിക്കറ്റ് മാത്രമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. +2 മാർക്ക് ലിസ്റ്റ് എല്ലാവരും അപ്ലോഡ് ചെയ്യണം. ഇനി OBC വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫൈനൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നും എഡിറ്റ് ചെയ്യാനില്ല, എല്ലാം കറക്റ്റാണെന്ന് ഇരുന്നാൽ മാത്രം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അത് മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണ് PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അല്ലാത്തവർ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. കാരണം അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഹാജരാക്കണം. അതുകൊണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ട് PDF ആയിട്ട് മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞതുപോലെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ
ഓക്കെ ഡിസബിലിറ്റി കോട്ട അത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ താഴെ കാണിക്കും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോർട്സ് കോട്ട അതായത് ഫൈനൽ സബ്മിഷൻ ബട്ടൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം സ്പോർട്സ് കോട്ട ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്പോർട്സ് കോട്ടയിലുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് അത് ഏതാണ് ഓപ്ഷൻസ് നിങ്ങൾ ഏതാണ് ഈവൻറ്റ് അതുപോലെ പൊസിഷൻ ഏതാണ് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുടെ കീഴിലുള്ള ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ കൊടുത്ത പോലെ നിങ്ങൾ ഏതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾ സ്പോർട്സ് കോട്ടയിലുള്ളവർ കൊടുക്കുക, സബ്മിറ്റ് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സ്പോർട്സ് കോട്ടയിലുള്ള പോലെ തന്നെ ഡിസബിലിറ്റി കോട്ട ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡു യു വിഷ് അപ്ലൈ സ്പോർട്സ് കോട്ട ഓർ കൾച്ചറൽ ഓർ പി ഡി കോട്ട. അതേപോലെ തന്നെ അത് സ്പോർട്സ് കൾച്ചറൽ പി ഡി പേഴ്സൺ ഡിസബിലിറ്റി കോട്ട അത് മൂന്നും ഒരൊറ്റ ലിങ്കിലാണ്. അപ്പോൾ ആവശ്യമാണെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് കൊടുക്കണം, ഏതാണ് ഐറ്റം എന്ന് കൊടുക്കണം. ഇനി ബാക്കിയുള്ളവരൊക്കെ നോ എന്ന് കൊടുക്കുക. പിന്നെ അതേപോലെ ഇനി കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട. അപ്പോൾ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട അതത് ബാക്ക്വേർഡ് വിഭാഗത്തിൽപ്പെട്ട എല്ലാ റിലീജിയനിലുള്ളവർക്കും കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്യാൻ സാധിക്കും. മുസ്ലിംസ്, ക്രിസ്ത്യൻ, ഹിന്ദു ഉൾപ്പെടെയുള്ള മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ ആ ഒരു കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയുടെ കീഴിലുള്ള എയ്ഡഡ് കോളേജസിൽ എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ സംവരണം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിറ്റി കോട്ടയിൽ എല്ലാ വിദ്യാർത്ഥികളും മറക്കാതെ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് പല വിദ്യാർത്ഥികളും അത് മറന്നു പോകും. നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തരുത്. കാരണം എയ്ഡഡ് കോളേജിൽ നിശ്ചിത ശതമാനം സീറ്റ് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ടവർ കൂടിയുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഇവിടെ ജസ്റ്റ് നിർബന്ധമായിട്ടും അതിൻ്റെ തൊട്ടതായ ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടതായ നിങ്ങൾക്ക് ഡു വിഷ് അപ്ലൈ ഫോർ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട എന്ന് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ യെസ് കൊടുക്കുക. ഇനി അല്ലാത്ത മെറിറ്റുള്ള അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നോ എന്ന് കൊടുക്കുക, സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എന്നാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കോളേജ് അതുപോലെ ഓപ്ഷൻസ് ഈ രീതിയിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഏതൊക്കെയാണ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് സേവ് ഓപ്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ അതായത് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഐ ഹാവ് റീഡ് ബോഡി ഡിക്ലറേഷൻ ആൻഡ് ഐ അഗ്രി എന്നുള്ളത് കഴിഞ്ഞാൽ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് MG യൂണിവേഴ്സിറ്റി അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു പേജിൽ കൊണ്ട് നിങ്ങൾ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡൻറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ട് ക്രിയേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഫൈനൽ സബ്മിഷൻ. അതിനടുത്ത് നാലാമത്തെ ഫീസ് പേയ്മെൻറ്റ് ആണ്. ആ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ ഇവിടെ ലൈവായിട്ട് ഇവിടെ ജസ്റ്റ് ഓരോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അപേക്ഷ കൊടുക്കുന്നവർ പ്രോസ്പെക്ട്സ് മുമ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആ പറയുന്ന ഞാൻ പറഞ്ഞ 41ാമത്തെ പേജ് തൊട്ട് ആ ഒരു പേജ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി വേറെ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ MG യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ടുള്ള വീഡിയോ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് വീഡിയോ കൂടി കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്താണ്. അത് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ. ആ വീഡിയോ ആവശ്യമുള്ളവർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിലവിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് ഓരോ ഘട്ടങ്ങളും വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ ഫോളോ അപ്പ് ചെയ്യണം. അതായത് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഒരുപക്ഷെ MG യൂണിവേഴ്സിറ്റി നൽകും. ശേഷം നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഇനി കമ്മ്യൂണിറ്റി കോട്ട, അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഇനി ഇങ്ങോട്ടുള്ള അപ്ഡേറ്റ്സിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഏറ്റവും കൂടുതൽ കോളേജുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ MG യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാൻ ഉറപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള +2 വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ മറ്റു എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.